നമസ്കാരം, എല്ലാവർക്കും സുഖമാണല്ലോ. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർ കാണാൻ ശ്രമിക്കുക, കാരണം എൻ്റെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ബൈബിൾ ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ചപ്പം കൊണ്ടുവരുവിൻ. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ഗിദെയോൻ സുക്കോത്തിലെ ജനങ്ങളോട് പറഞ്ഞു. അത് 8-ാം അധ്യായം 5-ാം വാക്യത്തിലാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം: മിദിയാൻ രാജാക്കന്മാർ ആരെല്ലാം? ഉത്തരം: സേബായും സൽമുന്നായും. അത് 8-ാം അധ്യായം 5-ാം വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം: സേബായെയും സൽമുന്നായെയും കർത്താവ് എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ഞാൻ ചീന്തിക്കീറും. ഗിദെയോൻ ഇതാരോടാണ് പറഞ്ഞത്? ഉത്തരം: സുക്കോത്തിലെ പ്രമാണികളോട്. അത് 8-ാം അധ്യായം 7-ാം വാക്യത്തിലാണുള്ളത്. നാലാമത്തെ ചോദ്യം: ഗിദെയോൻ പെനുവേൽ നിവാസികളോട് എന്താണ് പറഞ്ഞത്? ഉത്തരം: വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്തു കളയും. അത് 8-ാം അധ്യായം 9-ാം വാക്യത്തിലാണുള്ളത്. അഞ്ചാമത്തെ ചോദ്യം: സേബായും സൽമുന്നായും എത്ര ഭടന്മാരോടുകൂടെയാണ് കാർക്കോറിൽ താവളം അടിച്ചിരുന്നത്? ഉത്തരം: 15,000-ഓളം ഭടന്മാരോടുകൂടെ. അത് 8-ാം അധ്യായം 10-ാം വാക്യത്തിലാണുള്ളത്. ആറാമത്തെ ചോദ്യം: താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ? ഗിദെയോൻ ഇത് ആരോടാണ് ചോദിച്ചത്? ഉത്തരം: സേബായോടും സൽമുന്നായോടും. അത് 8-ാം അധ്യായം 18-ാം വാക്യത്തിലാണുള്ളത്. ഏഴാമത്തെ ചോദ്യം: നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു. ഇത് ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ഗിദെയോൻ സേബായോടും സൽമുന്നായോടും പറഞ്ഞു. അത് 8-ാം അധ്യായം 19-ാം വാക്യത്തിലാണുള്ളത്. എട്ടാമത്തെ ചോദ്യം: ഗിദെയോന്റെ ആദ്യജാതൻ ആര്? ഉത്തരം: യഥർ. അത് 8-ാം അധ്യായം 20-ാം വാക്യത്തിലാണുള്ളത്. ഒൻപതാമത്തെ ചോദ്യം: മിദിയാൻകാരിൽ നിന്ന് കൊള്ളയിൽ കിട്ടിയ പൊൻകുണ്ടലങ്ങളുടെ തൂക്കം എത്രയായിരുന്നു? ഉത്തരം: 1700 ഷെക്കൽ. അത് 8-ാം അധ്യായം 26-ാം വാക്യത്തിലാണുള്ളത്. പത്താമത്തെ ചോദ്യം: ഗിദെയോന് ഷെക്കേമിലെ ഉപനാരിയിൽ ജനിച്ച പുത്രന്റെ പേരെന്ത്? ഉത്തരം: അബിമലേക്ക്. അത് 8-ാം അധ്യായം 31-ാം വാക്യത്തിലാണുള്ളത്. ഇന്ന് നാം കണ്ട ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക് യു.